ഈ കാണുന്നതാണ് ഗിയർ ബോക്സ്. നമ്മൾ ഇളക്കി നോക്കിയപ്പോൾ ഈ കാണുന്ന റിലീസ് ബെയറിംഗ് മൊത്തം അരഞ്ഞു പോയിട്ടുണ്ട്. ഈ റിലീസ് ബെയറിംഗ് സംഭവം എന്ന് പറഞ്ഞാൽ ഇത് കറങ്ങുന്നില്ല, എന്ന് വെച്ചാൽ ഇത് ബെയറിങ്ങിൻ്റെ ബോളെല്ലാം കൂടി തൊഴിഞ്ഞ് മൊത്തം പോയിട്ടുണ്ട് സംഭവം. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ടൊയോട്ട ഇന്നോവ 2009 മോഡലാണ്. ഈ ഒരു വാഹനം വർക്ക്ഷോപ്പിൽ വന്നിട്ടുള്ള കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലച്ച് ചവിട്ടുമ്പോൾ ഭയങ്കരമായിട്ടുള്ള നോയ്സാണ് കേട്ടോ. സ്റ്റാർട്ടിങ്ങിൽ ക്ലച്ച് ചവിട്ടുമ്പോൾ വാഹനം സ്റ്റാർട്ട് ചെയ്തൊന്ന് ക്ലച്ച് ചവിട്ടി കൊടുത്തേ. കണ്ടോ, ക്ലച്ച് ഇപ്പോൾ ചവിട്ടിയിരിക്കുകയാണ്. ഭയങ്കരമായിട്ടുള്ള നോയ്സാണ് സംഭവം. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇതിൻ്റെ റിലീസ് ബെയറിംഗ് പോയതാണ്. ഗിയറൊന്നും ടൈറ്റൊന്നുമില്ല. ഇങ്ങനെ വെച്ച് ഓടുകയാണെങ്കിൽ റിലീസ് ബെയറിംഗ് പൊട്ടി വണ്ടി ബ്രേക്ക് ഡൗൺ ആവുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ക്ലച്ച് ചവിട്ടിക്ക് വിടുമോ, കാലെടുത്തോ. എന്ന് വെച്ചാൽ സംഭവം എന്ന് പറഞ്ഞാൽ ക്ലച്ച് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു റിലീസ് ബെയറിംഗ് നല്ല നോയ്സ് വരാൻ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ബെയറിംഗ് പോയാണ് ലോഡ് കൂടിയാണ് സൗണ്ട് ഉണ്ടാകുന്നത്. നമുക്ക് ഇതിൻ്റെ ഗിയർ ബോക്സിൻ്റെ സൈഡ് നോക്കാം. ഭയങ്കരമായിട്ടുള്ള സൗണ്ടാണ്, അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള സ്മെല്ലും ഒക്കെ ആയിട്ടാണ് വന്നത്. ആണോ, ഭയങ്കര സൗണ്ടാണ് കേട്ടോ. സ്റ്റാർട്ടിങ് സമയത്ത് തന്നെ ഗിയർ ബോക്സിനകത്തുനിന്ന് ഭയങ്കര സൗണ്ടാണ്. ക്ലച്ച് ചവിട്ടിക്കോ, എടുത്തോ. ഇനി നമുക്ക് ഇതിൻ്റെ ഗിയർ ബോക്സ് ഇളക്കി നോക്കണം. വാൽ ഡോർ പാക്കിങ് മാറണം, നല്ല ലീക്കുണ്ട്. ഓഫ് ചെയ്തോ. ഭയങ്കരമായിട്ടുള്ള നോയ്സാണ് ഈ ഒരു വാഹനത്തിന് ഉണ്ടായത്. നമുക്ക് ഇതിൻ്റെ ഗിയർ ബോക്സ് ഇളക്കിയാലേ നമുക്ക് ഇതിൻ്റെ റിലീസ് ബെയറിംഗ് മാറാൻ കഴിയത്തുള്ളൂ. റിലീസ് ബെയറിങ്ങിൽ ഗ്രീസിൻ്റെ അംശം കുറഞ്ഞിട്ടാണ് ഈ ഒരു ബെയറിംഗ് നോയ്സ് ഉണ്ടാവാൻ കാരണം. ബെയറിംഗ് ഇനി ഇങ്ങനെ വെച്ച് ഓടുകയാണെങ്കിൽ നോയ്സ് അധികം കൂടി ബെയറിംഗ് എന്നുവെച്ചാൽ സ്റ്റക്കായി ഗിയർ വീഴൂല, വണ്ടി ബ്രേക്ക് ഡൗൺ ആവും, എന്ന് വെച്ചാൽ വഴിയിലായി കഴിഞ്ഞാൽ പിന്നെ കെട്ടി വലിച്ച് കൊണ്ടുവരാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവും. പിന്നെ ഗിയർ ഒട്ടും വീഴത്തില്ല, എന്ന് വെച്ചാൽ ബെയറിംഗ് പൊട്ടി അടിച്ച് കഴിഞ്ഞാൽ പ്രഷർ പ്ലേറ്റ് പോകും, അതുപോലെ തന്നെ ക്ലച്ച് ഡിസ്ക് പോകും, ഗിയർ ബോക്സ് ഒരു കംപ്ലയിൻറ്റ് വരും, അതുപോലെ തന്നെ ഇതിൻ്റെ ഗിയർ ബോക്സിൻ്റെ കവർ പൊട്ടാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം നമുക്ക് പരിഹരിക്കാൻ ഇതിൻ്റെ റിലീസ് ബെയറിംഗ് പെട്ടെന്ന് തന്നെ ചേഞ്ച് ചെയ്യണം. അതുപോലെ തന്നെ ഇതിൻ്റെ ഇങ്ങനെ വെച്ച് ഓടുകയാണെങ്കിൽ വലിയൊരു പണിയാവും, എന്ന് വെച്ചാൽ ഗിയർ ബോക്സിൻ്റെ കവറെല്ലാം മാറേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ക്ലച്ച് ഇളക്കി നോക്കണം, അതുപോലെ തന്നെ റിലീസ് ബെയറിംഗ് നോക്കണം. ക്ലച്ചിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയത്തില്ല, നമുക്ക് ഇളക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഇളക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി റാമ്പിലിട്ടാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു ഇന്നോവയുടെ ഈ ഒരു പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ജോയിൻറ്റ് നമുക്ക് ഇളക്കി മാറ്റണം. അതുപോലെ തന്നെ ഗിയർ ഓയിൽ ചോർത്തണം. ക്രോസ് ബാർ നമുക്ക് ഇളക്കണം. പിന്നെ ചുറ്റ് ബോൾട്ട്, സ്ലാബ് സിലിണ്ടർ, സ്റ്റാർട്ടർ, മോട്ടർ ഇതെല്ലാം ഇളക്കി സ്പീഡോമീറ്റർ സെൻസറും കാര്യങ്ങളെല്ലാം ഇളക്കിയതിന് ശേഷം നമുക്ക് ഗിയർ ബോക്സ് വെളിയെടുക്കാം. അപ്പോൾ ചെറിയ നോയ്സൊക്കെ കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അടുത്തുള്ള വർക്ക്ഷോപ്പിൽ കൊണ്ട് കാണിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ഡൗൺ ഒക്കെ ആയിക്കഴിഞ്ഞാൽ വലിയ പാടായിരിക്കും. എന്തെങ്കിലും അബ്നോർമൽ സൗണ്ടും അതുപോലെ തന്നെ ബുദ്ധിമുട്ടായിട്ട് എന്തെങ്കിലും സൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ അടുത്തുള്ള വർക്ക്ഷോപ്പിൽ കാണിക്കുക, നിങ്ങൾ പരിഹരിച്ച് വാഹനം ഓടിക്കുക. വഴിയിലൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇരട്ടി കോസ്റ്റ് ആവും. അപ്പം നമുക്ക് ഇത് ഇളക്കിയിട്ട് നോക്കാം ഡീറ്റെയിൽ എങ്ങനെയാണെന്ന്. അങ്ങനെ നമ്മൾ ഗിയർ ബോക്സ് ഇളക്കി ക്ലച്ച് നോക്കിയപ്പോൾ ക്ലച്ച് ഇടയ്ക്ക് മാറി എന്നാണ് കസ്റ്റമർ പറഞ്ഞത്. ക്ലച്ച് പുതിയതാണ് കേട്ടോ. ലുക്ക് എന്ന് പറഞ്ഞ കമ്പനിയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അത് ക്ലച്ച് ഓടാനുണ്ട്, അതിൻ്റെ ഫിംഗർ ഒന്നും വലുതായിട്ട് പിടിച്ചില്ല, സൗണ്ട് കേട്ടപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൽ ക്ലച്ച് മാറിയ സമയത്ത് റിലീസ് ബെയറിംഗ് മാറിയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ നമ്മൾ നോക്കിയപ്പോൾ ചെക്ക് ചെയ്ത് പറഞ്ഞത്. ക്ലച്ച് മാറുമ്പോൾ എപ്പോഴും റിലീസ് ബെയറിംഗ് മാറി നിങ്ങൾ ഓടുക. ക്ലച്ച് റിലീസ് ബെയറിംഗ്, ഡിസ്ക്, പ്രഷർ പ്ലേറ്റ്, അതുപോലെ തന്നെ സ്ലാബ് സിലിണ്ടർ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അതും കൂടി ചേഞ്ച് ചെയ്ത് പോവുക. സ്ലാബ് സിലിണ്ടർ ചേഞ്ച് ചെയ്തില്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് തന്നെ മാറാൻ പറ്റും. ഇതായി കാണുന്നതാണ് സ്ലാബ് സിലിണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ കാണുന്നതാണ് സ്ലാബ് സിലിണ്ടർ. നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ 2 ബോൾട്ട് ഇളക്കി പുറത്തുനിന്ന് തന്നെ മാറാം. ഗിയർ ബോക്സ് നമുക്ക് ഇളക്കണ്ട സ്ലാബ് സിലിണ്ടർ. അപ്പോൾ ക്ലച്ച് കൊള്ളാം. നമുക്ക് റിലീസ് ബെയറിംഗിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് നോക്കാം. ഗിയർ ബോക്സ് ഇളക്കി ഈ കാണുന്നതാണ് ഗിയർ ബോക്സ്. നമ്മൾ ഇളക്കി നോക്കിയപ്പോൾ ഈ കാണുന്ന റിലീസ് ബെയറിംഗ് മൊത്തം അരഞ്ഞു പോയിട്ടുണ്ട്. ഈ റിലീസ് ബെയറിംഗ് സംഭവം എന്ന് പറഞ്ഞാൽ ഇത് കറങ്ങുന്നില്ല, എന്ന് വെച്ചാൽ ഇത് ബെയറിങ്ങിൻ്റെ ബോളെല്ലാം കൂടി തൊഴിഞ്ഞ് മൊത്തം പോയിട്ടുണ്ട്. സംഭവം എന്ന് പറഞ്ഞാൽ റിലീസ് ബെയറിംഗ് എനിക്ക് തോന്നുന്നു റിലീസ് ബെയറിംഗ് പുതിയതാണ് സംഭവം. പക്ഷേ വേറെ ഏതോ ലോക്കൽ ബ്രാൻഡാണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളതെന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് റിലീസ് ബെയറിംഗ് ചൂടായി അരഞ്ഞ് പിടിച്ച് ബെയറിംഗ് എല്ലാം തൊഴിഞ്ഞ് കറങ്ങാത്തൊരു അവസ്ഥ ഉണ്ടായത്. ഇത് കറങ്ങും, പക്ഷേ ബെയറിംഗ് ഒന്നുമില്ല. മെറ്റലും തമ്മിൽ പിടിച്ചാണ് ഈ ഒരു റിലീസ് ബെയറിംഗ് കറങ്ങിക്കൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ റിലീസ് ബെയറിംഗ്. നമുക്ക് ഇതിൻ്റെ ഫോർക്ക് ലിവറും റിലീസ് ബെയറിംഗ് ഇളക്കാം എങ്ങനെയാണെന്ന് കണ്ടോ. ഇതാണ് ഇതിൻ്റെ ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത്രയേ ഉള്ളൂ സംഭവം. ഉണ്ടോ റിലീസ് ബെയറിങ്ങിൻ്റെ അവസ്ഥ. ഇതാണ് റിലീസ് ബെയറിങ്. വേറെ ലോക്കൽ ബ്രാൻഡാണ് യൂസ് ചെയ്തത്, അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് തന്നെ അരഞ്ഞു പോകാൻ കാരണം. ഉണ്ടോ, അതിൻ്റെ ബോളെല്ലാം കൂടി തൊഴിഞ്ഞിട്ടുണ്ട്. ഒന്നുകിൽ എൻ്റെ മാനുഫാക്ചറിങ് ഡിഫക്റ്റ്, എന്തെങ്കിലും പ്രോബ്ലം ഉള്ള ഏതെങ്കിലും ബെയറിങ് ഷേക്ക് ഉണ്ടായിരുന്ന റിലീസ് ബെയറിങ് ആയിരിക്കും യൂസ് ചെയ്തിട്ടുള്ളത്. അല്ലെന്നുണ്ടെങ്കിൽ ഇത് AUX കമ്പനിയാണ്, വേറെ പ്രോബ്ലം വരാത്തതാണ്. ഇത് എനിക്ക് തോന്നുന്നു മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആയിരിക്കാം വരാൻ സാധ്യത. കണ്ടോ, നമുക്കിനി റിലീസ് ബെയറിങ് മേടിക്കണം. ക്ലച്ച് പ്രോബ്ലം ഇല്ല, ഗ്രീസൊക്കെ വെച്ച് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. അങ്ങനെ റിലീസ് ബെയറിംഗ് നമ്മൾ ടെക്സ്പിൻ എന്ന് പറഞ്ഞ കമ്പനിയാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള റിലീസ് ബെയറിംഗ് ആണ്. നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ടെക്സ്പിനാണ്. പിന്നെ ലുക്ക് എന്ന് പറഞ്ഞ ക്ലച്ചുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൽ കിടന്നിരുന്ന ക്ലച്ച് റിലീസ് ബെയറിംഗ് AUX ആണ്, പക്ഷേ ഇത് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് വന്നതാണ് ഈ ഒരു പ്രോബ്ലം. ഇത് പുതിയതാണ് കേട്ടോ.
അപ്പോൾ റിലീസ് ബെയറിംഗ് സെറ്റായിട്ട് നമ്മൾ എടുത്തു. അതുപോലെ തന്നെ പഴയ ക്ലച്ച് ഡിസ്കും പ്രഷർ പ്ലേറ്റും നമ്മൾ ഇളക്കിയെടുത്തായിരുന്നു. ഇതിൽ സംഭവം ഇളക്കിയെടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ റിലീസ് ബെയറിംഗിൽ വരുന്ന ബോളും സ്പ്രിങ്ങൊക്കെ ഈ ഒരു ക്ലച്ച് പ്രഷർ പ്ലേറ്റിനകത്ത് കുടുങ്ങിയിരുന്നത് നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഇങ്ങനെ വെച്ച് നമ്മൾ സെറ്റ് ചെയ്ത് വിടുകയാണെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ ക്ലച്ച് ഓഫ് ആവത്തില്ല. ക്ലച്ച് ചവിട്ടുമ്പോൾ പ്രഷർ പ്ലേറ്റ് കറക്റ്റായിട്ട് വർക്കാവാതെ വരികയും ക്ലച്ച് ഡിസ്ക് ടൈറ്റായിരുന്ന ഗിയർ ടൈറ്റ് പ്രോബ്ലം ഉണ്ടാവും, വീണ്ടും ഇളക്കേണ്ടി വരും. അതെല്ലാം നമ്മൾ പരിഹരിക്കാനാണ് ഈ ഒരു ക്ലച്ച് ഡിസ്കും പ്രഷർ പ്ലേറ്റും നമ്മൾ ഇളക്കിയെടുത്തു, എല്ലാം ക്ലീൻ ചെയ്തു. പക്ഷേ ഇത് പുതിയതാണ്, ഇടയ്ക്ക് ഈ സെറ്റായിട്ട് മാറിയതാണ് കസ്റ്റമർ. അപ്പോൾ ക്ലച്ച് ഡിസ്ക് വേറെ പ്രോബ്ലം ഒന്നുമില്ല, നല്ല തിക്നെസ്സും കട്ടിയും എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ പ്രഷർ പ്ലേറ്റും വേറെ കംപ്ലയിൻ്റ് ഇല്ല, എല്ലാം സ്മൂത്താണ്. അപ്പോൾ ഇതെല്ലാം ക്ലീൻ ചെയ്ത് ഈ ഒരു ടെക്സ്പിൻ്റെ റിലീസ് ബെയറിംഗ് സെറ്റ് ചെയ്ത് വാഹനത്തിലോട്ട് ഇൻസ്റ്റാൾ ചെയ്ത് റിലീസ് ബെയറിംഗ്, അതുപോലെ തന്നെ പുതിയ ഗിയർ ഓയിൽ 7590 നമ്മൾ 2 ലിറ്റർ ഗിയർ ഓയിലും നമ്മൾ യൂസ് ചെയ്ത് വാഹനത്തിൽ സെറ്റ് ചെയ്യുന്ന വിടുന്നതായിരിക്കും. അങ്ങനെ റിലീസ് ബെയറിംഗ് നമ്മൾ ലോക്കിലൊക്കെ കറക്റ്റ് സെറ്റ് ചെയ്തു, നല്ല ഫ്രീ ആണ്. അതുപോലെ തന്നെ ഗ്രീസ് കുറച്ച് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇവിടെ ഒരു ലോക്കുണ്ട്, ആ ലോക്ക് കറക്റ്റ് ആ ഗ്രീസ് വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ലോക്ക് കറക്റ്റ് കയറണം, അല്ലെന്നുണ്ടെങ്കിൽ ഇത് ചാടി പോയി കഴിഞ്ഞാൽ ക്ലച്ച് കറക്റ്റ് ഓഫ് ആവത്തില്ല. അപ്പോൾ ടാപ്പ് ഗിയറൊന്നും വലിയ കുഴപ്പമില്ല, ക്ലച്ച് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഗിയർ ബോക്സ് ഇൻസ്റ്റാൾ ചെയ്യാം. അങ്ങനെ ഗിയർ ബോക്സിൻ്റെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയി. നമ്മൾ ക്ലച്ചിൻ്റെ പരിപാടി എല്ലാം ഓക്കെ ആയിട്ടുണ്ട്, സ്ലാബ് സിലിണ്ടർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് ഗിയർ ഓയിൽ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഗിയർ ഓയിൽ ഈ ഓയിൽ ലീക്ക് നമ്മൾ ഒരു ദിവസം വേറെ ദിവസം ചെയ്യാൻ വേണ്ടി വരാമെന്ന് പറഞ്ഞിട്ട് വാൽഡോർ പാക്കിംഗ് ആണ് പോയത്, അത് ക്ലിയർ ചെയ്യണം ഒരു ദിവസം. അപ്പോൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, എഞ്ചിൻ ഓയിൽ ഒഴിച്ചു, ഗിയർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, ലെവൽ കറക്റ്റ് ചെയ്തിട്ടുണ്ട്, കൂളൻ്റ് ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. വാഹനം ഓക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്ലച്ച് ചവിട്ടിയിട്ടുണ്ട്, ഗിയർ ഇട്ടിട്ടുണ്ട്, ഗിയർ സ്മൂത്താണ്, എല്ലാം സ്മൂത്താണ്. ഇനി വാഹനം ഓടിച്ച് നോക്കണം. അപ്പോൾ ഇങ്ങനെയാണ് മാറേണ്ടത്. റിലീസ് ബെയറിംഗ് നല്ല കമ്പനി ഉപയോഗിക്കുക. എന്തെങ്കിലും പ്രോബ്ലമായിട്ട് കാണണമെങ്കിൽ വേറെ മാറ്റി മേടിക്കുക, അവർക്ക് ഷെയർ ചെയ്യുക. എന്തെങ്കിലും അബ്നോർമൽ സൗണ്ടോ ഉണ്ടെങ്കിൽ അടുത്തുള്ള വർക്ക്ഷോപ്പിൽ കൊടുത്ത് എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ വളരെയധികം പാടായിരിക്കും. വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ മറന്നോത്തിന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിക്കോളൂ. ഓക്കെ, ബൈ, സീ യു.